എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദീപു. ക്യാമറയ്ക്ക് പിന്നിൽ നമ്മുടെ മനോജ്. കഴിഞ്ഞ ഇൻകം ടാക്സിൻ്റെ TDS കുറിച്ചുള്ള കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് അറിയിച്ചതിലുള്ള സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് GSTയുടെ TDS കുറിച്ചാണ്. GST TDS കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ GSTയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ട കുറച്ച് പേർ ചോദിച്ചൊരു അഭിപ്രായമുണ്ട്. അതായത് വിഷയം വലിച്ചു നീട്ടാതെ നേരെ അങ്ങ് വിഷയത്തിലേക്ക് കടന്നുകൂടെ എന്ന്. അതായത് TDS കുറിച്ച് പറയുമ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ച് കൂടുതൽ പറയാതെ ഇൻകം ടാക്സിൻ്റെ TDS കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ, നമുക്കത് മാത്രമല്ലേ ബാധകമെന്ന്. നോക്കൂ, ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പുഴയിലേക്ക് നീന്താൻ ഇറങ്ങുകയാണ്. അത്യാവശ്യം നീന്തലൊക്കെ നമുക്കറിയാം. നമ്മൾ ആ പുഴയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും? ആ പുഴയുടെ പൗരാണിക കാലത്തെ പേരെന്തായിരുന്നോ, ഈ പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഈ പുഴയിൽ എവിടെയാണ് കയമുള്ളത്, മുൻപെന്തെങ്കിലും അപകടങ്ങൾ നടന്ന പുഴയാണോ എന്നൊക്കെ അറിയിക്കണം, അല്ലേ? അത് ബേസിക് കാര്യങ്ങളാണ്. അതുപോലെയുള്ള ബേസിക് കാര്യങ്ങൾ, ബേസായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെയും ഞങ്ങൾ പറയുന്നത്. GST TDS കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ GSTയെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ നൽകട്ടെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ടാക്സ് റിഫോർമേഷനായിരുന്നു GST. 12/4/2017 സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് പ്രകാരം 2017 ജൂലൈ 1 മുതലാണ് GST ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞതാണ്. GST എന്ന സിസ്റ്റം ഇന്ത്യയിൽ വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന്, നേരത്തെ ഉണ്ടായിരുന്ന പലതരം ഇൻഡയറക്റ്റ് ടാക്സുകളായ സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, സെയിൽസ് ടാക്സ് എന്നീ പലതരം ഇൻഡയറക്റ്റ് ടാക്സുകൾക്ക് പകരം ഒരൊറ്റ ടാക്സ്, അതായത് GST വന്നു എന്നത് തന്നെയാണ്. GST നിലവിൽ വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം കാസ്കേഡിംഗ് എഫക്റ്റ് അബോളിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് വെച്ചാൽ ടാക്സ് ഓൺ ടാക്സ്, അതായത് ടാക്സിന് പുറത്ത് വീണ്ടും ടാക്സ് ചുമത്തുന്ന അവസ്ഥ. GST വന്നതോടുകൂടി ആ ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് നമുക്ക് അബോളിഷ് ചെയ്യാൻ കഴിഞ്ഞു. കാസ്കേഡിംഗ് എഫക്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. GST എന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അതായത് ഏത് സ്റ്റേറ്റാണോ കൺസ്യൂം ചെയ്യുന്നത് ആ സ്റ്റേറ്റിനായിരിക്കും GSTയുടെ ഒരു ഭാഗം പോകുന്നത്. അതായത് പ്ലേസ് ഓഫ് സപ്ലൈ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാധനത്തിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതൊരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണോ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടേം നമുക്ക് പുതുതായിട്ട് പഠിക്കുകയാണ്. ഒന്ന് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈയും മറ്റേത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയും. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്നാൽ സപ്ലൈ ചെയ്യുന്ന സപ്ലയറുടെ ലൊക്കേഷനും സപ്ലൈ ചെയ്യുന്ന സ്ഥലവും ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ് എങ്കിൽ അതിനെ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കാം. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരേ യൂണിയൻ ടെറിട്ടറി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ഒരു സപ്ലയർ വിൽക്കുന്ന ഒരു സാധനം കേരളത്തിനകത്ത് തന്നെയുള്ള ഒരു ഉപഭോക്താവ് വാങ്ങുകയാണ്. അതായത് സപ്ലയറുടെ സ്ഥലവും ആ ഉപഭോക്താവിൻ്റെ സ്ഥലവും ഒരു സ്റ്റേറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിക്കകത്തുള്ള ഒരു ഉൽപ്പന്നം അതേ യൂണിയൻ ടെറിട്ടറിക്കകത്തുള്ള ഒരു ഉപഭോക്താവ് വാങ്ങുകയാണ്. അതിനെയാണ്, അങ്ങനെയുള്ള സപ്ലൈയാണ് നമ്മൾ ഇൻട്രാ-സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ എന്നാൽ സപ്ലയറുടെ ലൊക്കേഷനും സപ്ലൈ ചെയ്യുന്ന ലൊക്കേഷനും രണ്ട് ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ഡിഫറൻറ്റ് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിനെ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങുകയാണ്. അതായത് കേരളത്തിലാണ് സപ്ലയറുടെ സ്ഥലം, കേരളമാണ്, സപ്ലൈ ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അതൊരു ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. അല്ല എങ്കിൽ രണ്ട് വ്യത്യസ്ത യൂണിയൻ ടെറിട്ടറീസ് തമ്മിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്താൽ അതും ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സംസ്ഥാനവും ഒരു യൂണിയൻ ടെറിട്ടറിയും തമ്മിൽ സാധനം അല്ലെങ്കിൽ സേവനത്തിൻ്റെ കൈമാറ്റം നടന്നാലും അതും ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. മനസ്സിലാവുമല്ലോ. GST 4 തരത്തിലുണ്ട്. SGST, CGST, IGST, UTGST എന്നിവയാണ് അവ. അപ്പം അവയിൽ ആദ്യത്തേതാണ് SGST, അതായത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ
ഒരു സ്റ്റേറ്റിനകത്തെ ഗുഡ്സ് അല്ലെങ്കിൽ അത് സർവീസിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ചുമത്തപ്പെടുന്ന ടാക്സാണ്. അതായത് SGST ഈസ് ലെവിഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സ് ഓർ സർവീസ് ട്രാൻസാക്ഷൻ. അതായത് ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ചുമത്തപ്പെടുന്ന ടാക്സാണ് SGST. അതായത് ഈ പോർഷൻ പോകുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കും. അടുത്തത് CGST, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ടാക്സിൻ്റെ പോർഷൻ ലഭിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതായത് CGST ഈസ് ലെവിഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസാക്ഷൻ. അതായത് ഒരു ഇൻട്രാ സ്റ്റേറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ കൈമാറ്റം ട്രാൻസാക്ഷൻ സമയത്ത് ചുമത്തപ്പെടുന്ന ടാക്സാണ് CGST. അതായത് ഒരു സംസ്ഥാനത്തിലെ സപ്ലയർ അതേ സംസ്ഥാനത്ത് തന്നെ സാധനം വിൽക്കുകയാണെങ്കിൽ അവിടെയും CGST കൂടി ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്, അവിടെ ആ സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതത്തിന് വേണ്ടി SGST ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ കേന്ദ്ര വിഹിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി അവിടെ CGSTയും ആപ്ലിക്കബിൾ ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ ഒരു സപ്ലയർ കേരളത്തിലെ തന്നെ ഒരു ഉപഭോക്താവിന് സാധനം വിറ്റാൽ ആ ബില്ലിൽ GST കാണിക്കുന്നത് SGSTയും CGSTയുമായിട്ടായിരിക്കും. മനസ്സിലായി കാണുമല്ലോ. അടുത്തതാണ് IGST, അതായത് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST ഈസ് ലെവിഡ് ഓൺ ഇൻ്റർസ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസാക്ഷൻ. ഇറ്റ് ഈസ് ചാർജ്ഡ് ആൻഡ് ഷെയർഡ് ബൈ ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, അതായത് രണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത യൂണിയൻ ടെറിട്ടറീസ് തമ്മിൽ ഒരു സാധനം കൈമാറ്റം നടക്കുകയാണ്. ഉദാഹരണം, കേരളത്തിലെ ഒരു സപ്ലയർ തമിഴ്നാട്ടിൽ കൊണ്ട് സാധനം വിൽക്കുകയാണ്, അല്ലെങ്കിൽ ബോംബെയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒരു സാധനം നമ്മൾ കേരളത്തിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അതായത് സപ്ലയറുടെ സ്ഥലവും സപ്ലൈ ചെയ്യുന്ന സ്ഥലവും രണ്ട് വ്യത്യസ്ത സ്റ്റേറ്റുകളാകുമ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആവുന്നത് SGSTയോ CGSTയോ അല്ല, പകരം IGST ആണ്. ഈ IGST SGSTക്കും CGSTക്കും തുല്യമായ തുക ഒരുമിച്ച് IGST ആയിട്ട് കളക്ട് ചെയ്യുകയും അത് പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയറായിട്ട് പിന്നീട് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അടുത്ത GST ആണ് UTGST. നമ്മൾ അധികം കേട്ട് പരിചയമുള്ളൊരു വാക്കായിരിക്കത്തില്ല UTGST. അതായത് യൂണിയൻ ടെറിട്ടറീസിൽ SGSTക്ക് പകരമായിട്ടാണ് UTGST ഈടാക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ SGST എങ്ങനെ ഈടാക്കും അതുപോലെ തന്നെയാണ് യൂണിയൻ ടെറിട്ടറീസിൽ UTGST ഈടാക്കുന്നത്. GST ബാധകമായ എല്ലാ ഇനങ്ങൾക്കും കൂടി സാധനങ്ങൾക്കാണെങ്കിൽ 40 ലക്ഷം രൂപയും സേവനങ്ങൾക്കാണെങ്കിൽ 20 ലക്ഷം രൂപയും കവിയുമ്പോഴാണ് ആ സപ്ലയർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. കേരളം ഉൾപ്പെടെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ഈ 40 ലക്ഷത്തിൻ്റെയും 20 ലക്ഷത്തിൻ്റെയും കണക്ക് പറഞ്ഞത്. അതായത് സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ 40 ലക്ഷം രൂപ ടേൺ ഓവർ കവിയുകയും സേവനങ്ങളാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 ലക്ഷം രൂപ ടേൺ ഓവർ കഴിയുകയും ചെയ്യുന്ന സപ്ലയർമാരാണെങ്കിൽ അവർ GST രജിസ്ട്രേഷൻ എടുക്കണം. ഞാൻ പറഞ്ഞു കേരളത്തിലെ കേസാണ്, കേരളം ഉൾപ്പെടെയുള്ള കുറച്ച് സംസ്ഥാനങ്ങളുടെ കേസാണ് പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും ഇതിലെ നിരക്ക് വ്യത്യസ്തമാണ്. ഇനി GST ബാധകമല്ലാത്ത ഏതെങ്കിലും സാധനമോ സേവനമോ ആണ് ആ സപ്ലയർ സ്ഥിരമായി വിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് GST രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് GSTയുടെ ജനറൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരുന്നത്? കാരണം എങ്ങനെ നോക്കിയാലും നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ സാധനങ്ങൾക്ക് 40 ലക്ഷം രൂപയുടെ ടേൺ ഓവറും അല്ലെങ്കിൽ സേവനങ്ങൾക്കാണെങ്കിൽ 20 ലക്ഷം രൂപയുടെ സേവനങ്ങളുടെ കൈമാറ്റം ഒന്നും തദ്ദേശ സ്ഥാപനങ്ങൾ വരുന്നില്ല അല്ലേ? പിന്നെ എന്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വന്നത്? അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. GST ആക്ടിലെ സെക്ഷൻ 22 മുതൽ 30 വരെയുള്ള ഭാഗത്തും സെക്ഷൻ 51ലുമാണ് GSTയുടെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. ഈ വകുപ്പുകളെ ബേസ് ചെയ്ത് കേരള ഗവൺമെൻറ് പുറത്തിറക്കിയ 1/11/2017 87/2017 എന്ന സർക്കാർ ഉത്തരവ് പ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 8/9/2020 1/87/2019 എന്ന സർക്കുലർ പ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അവരുടെ പാൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് പേയർ GST ടാക്സ് പേയർ എന്ന നിലയിൽ ഒരു ജനറൽ രജിസ്ട്രേഷൻ എടുക്കണമെന്നും, കൂടാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെ DDOമാരും
അതുപോലെ തന്നെ ഘടകസ്ഥാപനങ്ങളുടെ ഡി ഡി ഒമാരും നമ്മളെ സംബന്ധിച്ച് നിർവഹണ ഉദ്യോഗസ്ഥരും നിർബന്ധമായും ജി എസ് ടി ടി ഡി എസ് ഡിഡക്ടർ എന്ന നിലയിലുള്ള ഒരു രജിസ്ട്രേഷനും എടുക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവിടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറി 2 തരത്തിൽപ്പെട്ട ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. അതായത് ടാക്സ് പേയർ എന്ന നിലയ്ക്കുള്ള ഒരു രജിസ്ട്രേഷനും ടി ഡി എസ് ഡിഡക്ടർ എന്ന പേരിലുള്ള മറ്റൊരു രജിസ്ട്രേഷനും. അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് നമ്മൾ ധാരാളം സേവനങ്ങൾ നൽകുന്നുണ്ട് അല്ലേ? അവയ്ക്കെല്ലാത്തിനും ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ തുക സ്വീകരിക്കുമ്പോൾ ജി എസ് ടി ഈടാക്കാറുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ടെൻഡർ ഫോറ വിൽപ്പനയും മറ്റും ഫ്രണ്ട് ഓഫീസ് വഴി നൽകും. അപ്പോൾ അതിന് 12% ജി എസ് ടി കൂടി ഫ്രണ്ട് ഓഫീസിൽ വാങ്ങും അല്ലേ? ഉദാഹരണം, 100 രൂപയുടെ ഒരു ടെൻഡർ ഫോറം നിങ്ങൾ ഫ്രണ്ട് ഓഫീസ് വഴി വിൽപ്പന നടത്തുമ്പോൾ അതിന് 12% ജി എസ് ടി കൂടി വാങ്ങും. അതായത് 6% എസ് ജി എസ് ടിയും 6% സി ജി എസ് ടി. അപ്പോൾ 100 രൂപയുടെ ഫോമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ 6 രൂപ എസ് ജി എസ് ടിയും വാങ്ങും, 6 രൂപ സി ജി എസ് ടിയും വാങ്ങും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടങ്ങളുടെ വാടകയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, നമ്മുടെ പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്, അതിൻ്റെ വാടകയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അതിന് 18% ജി എസ് ടി വാങ്ങും. ഉദാഹരണം, 1000 രൂപ ഒരാളിൽ നിന്ന് വാടകയായിട്ട് സ്വീകരിച്ചാൽ അതിൻ്റെ 18% തുക എത്രയാണ്? 180 രൂപ. 180 രൂപയാണെങ്കിൽ അതിൽ 90 രൂപ എസ് ജി എസ് ടി ആയിട്ടും 90 രൂപ സി ജി എസ് ടി ആയിട്ടും വാങ്ങും. ഫ്രണ്ട് ഓഫീസ് നമ്മൾ കളക്ട് ചെയ്യും. ഇവിടെ സംഭവിച്ചത് എന്താണ്? ജി എസ് ടി നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് തദ്ദേശ സ്ഥാപന സെക്രട്ടറി ജി എസ് ടി എന്ന ടാക്സ് നേരിട്ട് കളക്ട് ചെയ്ത് നേരിട്ട് കയ്യിൽ വാങ്ങുകയാണ് ചെയ്തത്. ഈ വാങ്ങിയ ടാക്സ്, അതായത് ജി എസ് ടി എന്ന ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ജി എസ് ടി ടാക്സ് പേയർ എന്ന നിലയ്ക്കുള്ള രജിസ്ട്രേഷൻ, അതിനെയാണ് ജനറൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജി എസ് ടി ടാക്സ് പേയർ എന്ന നിലയ്ക്കുള്ള രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇൻകം ടാക്സ് ടി ഡി എസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇൻകം ടാക്സിൻ്റെ ടി ഡി എസ് പിടിക്കുന്നതിന് ഒരു ഡിഡക്ടർ, അതായത് ടി ഡി എസ് ഡിഡക്ടർ എന്നൊരു രജിസ്ട്രേഷൻ നമുക്കുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജി എസ് ടിയുടെ കേസിലും ജി എസ് ടി ടി ഡി എസ് ഡിഡക്ടർ എന്ന ഒരു രജിസ്ട്രേഷൻ കൂടി തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ ധാരാളം പേയ്മെൻറ്റുകൾ ചെയ്യാറുണ്ടല്ലേ? പ്രൊജക്റ്റ് വെച്ചും പ്രൊജക്റ്റ് ഇല്ലാതെയും പേയ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ ടി ഡി എസ് ആയിട്ട്, ഇൻകം ടാക്സിൻ്റെ ടി ഡി എസ് എപ്രകാരം നമ്മൾ ഈടാക്കിയോ അതുപോലെ തന്നെ ഒരു നിശ്ചിത ശതമാനം തുക ടി ഡി എസ് ആയി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഈടാക്കും. അങ്ങനെ പിടിച്ചു വയ്ക്കുന്ന ടി ഡി എസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ടാക്സ് ഡിഡക്ടർ എന്ന പേരിലുള്ള രജിസ്ട്രേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏതെങ്കിലും തുക സ്വീകരിക്കുമ്പോൾ ജി എസ് ടി ഉൾപ്പെടെയാണ് സ്വീകരിക്കുന്നത്. അതായത് ടെൻഡർ ഫോറ വിൽപ്പന, അതുപോലെ തന്നെ കെട്ടിട ഹാളിൻ്റെ വാടകയും മറ്റൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ജി എസ് ടി എന്ന നികുതിയാണ് സ്വീകരിക്കുന്നത്. ആ നികുതി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിന് ടാക്സ് പേയർ എന്ന നിലയിലുള്ള ജനറൽ രജിസ്ട്രേഷനും, ഏതെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ആർക്കെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ഒരു തുക കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ അതിൽ ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിലാണ് തുക കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ ടി ഡി എസ് ആയിട്ട് കളക്ട് ചെയ്യും. ആ ടി ഡി എസ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിന് ടാക്സ് ഡിഡക്ടർ എന്ന പേരിലുള്ള ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, നിർവഹണ ഉദ്യോഗസ്ഥർക്ക് സാധാരണ ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതേതാണ്? അത് ജി എസ് ടി ടി ഡി എസ് ഡിഡക്ടർ എന്ന രജിസ്ട്രേഷൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കാരണം നിർവഹണ ഉദ്യോഗസ്ഥർ പല പ്രോജക്റ്റുകളിലും മേലും പേയ്മെൻറ്റുകൾ കൊടുക്കും, അല്ലെങ്കിൽ പല ആൾക്കാർക്ക് പേയ്മെൻറ്റുകൾ കൊടുക്കും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ ഒരു നിശ്ചിത തുക കഴിയുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം ടി ഡി എസ് പിടിക്കുന്നത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയാണ് ടി ഡി എസ് ഡിഡക്ടർ എന്ന രജിസ്ട്രേഷൻ ഉള്ളത്. എന്നാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് 2 രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും, ടാക്സ് പേയറും ടി ഡി എസ് ഡിഡക്ടറും. കാര്യം, തദ്ദേശ സ്ഥാപന സെക്രട്ടറി സ്വീകരിക്കുന്ന ടാക്സ്, ജി എസ് ടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ജി എസ് ടി അടയ്ക്കുന്നതിന് വേണ്ടി ടാക്സ് പേയറുടെ രജിസ്ട്രേഷനും, അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് ഇതുപോലെ തന്നെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ, പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞു പ്രോജക്റ്റ് വഴി തന്നെ ആവണമെന്നില്ല, പ്രോജക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. എന്തായാലും അവ ഒരു നിശ്ചിത ശതമാനം കഴിയുമ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ടി ഡി എസ് പിടിക്കുന്നത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ടി ഡി എസ് ഡിഡക്ടർ എന്നൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനറൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ടാക്സ് പേയർക്കാണ്.
ടി ഡി എസ് രജിസ്ട്രേഷൻ എടുക്കുന്നത് ടി ഡി എസ് ഡിഡക്ടർക്കുമാണ്. അതായത് ടാക്സ് ജി എസ് ടി ഉൾപ്പെടെ അടയ്ക്കുന്ന ആളിന് ഈ 2 രജിസ്ട്രേഷനും എടുക്കണം. അതുകൊണ്ടാണ് സെക്രട്ടറി 2 രജിസ്ട്രേഷനും എടുത്തത്. നിർവഹണ ഉദ്യോഗസ്ഥന് ടി ഡി എസ് ഡിഡക്ടർ എന്നൊരു രജിസ്ട്രേഷൻ മാത്രം മതി. ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. നോക്കൂ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ 2 തരം ടി ഡി എസ് രജിസ്ട്രേഷൻ നമ്പറുകളാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും 2 നമ്പറുകൾ അവിടെ കുറിച്ചിട്ടുണ്ട്. ആ നമ്പറുകളൊന്ന് ശ്രദ്ധിക്കുക. അവയുടെ ആദ്യത്തെ അക്കം സൂചിപ്പിക്കുന്നത് അതിൻ്റെ സ്റ്റേറ്റ് കോഡാണ്. ഇവിടെ ആദ്യത്തെ അക്കം 2 നമ്പറിൻ്റെയും ആദ്യത്തെ അക്കം നോക്കുക, അത് 32 എന്നതാണ്. അതായത് ജി എസ് ടിയിൽ കേരളത്തിൻ്റെ കോഡാണ് 32. അപ്പോൾ നമുക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ രജിസ്ട്രേഷൻ നമ്പറുള്ള സ്ഥാപനം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. മനസ്സിലാവുമല്ലോ. അടുത്തതായി കാണുന്ന 10 അക്കം ആ സ്ഥാപനത്തിൻ്റെ ടാൻ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ ആയിരിക്കും. കാര്യം നമ്മൾ ടാൻ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ വെച്ചായിരിക്കും രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ടാൻ നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ ആയിരിക്കും അടുത്തതായി കാണുന്ന 10 അക്കം. 11 അതിനുശേഷം വരുന്ന അക്കം 11ാമതായി വരുന്ന അക്കം ആ സ്ഥാപനത്തിന് ആ സംസ്ഥാനത്ത് എത്ര എൻറ്റൈറ്റി ഉണ്ട് അതായിരിക്കും. അതായത് ഇത് കൂടാതെ വേറെ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ എന്നതാണ്. സ്വാഭാവികമായും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവിടെ 11ാമത് വരുന്ന ലെറ്റർ 1 എന്നായിരിക്കും. കാര്യം നമുക്ക് നമ്മുടെ സ്ഥാപനം ഒരു എൻറ്റൈറ്റി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1 എന്നായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ലെറ്റർ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് വരുന്ന ലെറ്റർ ഇസഡ് എന്നാണെങ്കിൽ അത് ടാക്സ് പേയറുടെ രജിസ്ട്രേഷനും, ഡി എന്നാണെങ്കിൽ അത് ടാക്സ് ഡിഡക്ടറുടെ രജിസ്ട്രേഷൻ നമ്പറുമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്പർ ശ്രദ്ധിച്ച് അതിൻ്റെ 12ാമത്തെ ലെറ്റർ കാണിക്കുന്നത് ഇസഡ് എന്നാണ്. അതായത് ആ രജിസ്ട്രേഷൻ നമ്പർ ഒരു ടാക്സ് പേയറുടെ, ആ തദ്ദേശ സ്ഥാപനത്തിലെ ടാക്സ് പേയറുടെ രജിസ്ട്രേഷൻ നമ്പറുമാണ്. 2ാമത്തെ നമ്പർ ശ്രദ്ധിക്കുക, അവിടെ ഡി എന്നാണ്. അതായത് ആ ഡി എന്ന് പറഞ്ഞാൽ ഡിഡക്ടർ, ടാക്സ് ഡിഡക്ടർ, അതായത് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ നമ്പറാണ് 2ാമത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 രജിസ്ട്രേഷൻ നമ്പറിനെ കുറിച്ച് മനസ്സിലായല്ലോ. ടാക്സ് പേയറുടെ രജിസ്ട്രേഷൻ നമ്പറും ടാക്സ് ഡിഡക്ടറുടെ രജിസ്ട്രേഷൻ നമ്പറും എപ്പോഴും വ്യത്യസ്തമായിരിക്കും. വളരെ കൂടുതൽ പേർക്ക് അബദ്ധം പറ്റിയിട്ടുള്ളൊരു മേഖലയാണിത്. അതായത് ടാക്സ് ഡിഡക്ടറുടെ രജിസ്ട്രേഷനിൽ ചിലപ്പോൾ ടാക്സ് പേയറുടെ തുക കൊണ്ടടയ്ക്കും. അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നിങ്ങളൊരു പുതിയ അക്കൗണ്ടൻ്റാണ്, ഇപ്പോൾ പ്രൊമോഷനൊക്കെയായി പുതിയൊരു ഓഫീസിലേക്കാണ് ചെന്ന് കയറുന്നത് എങ്കിൽ അവിടെ ഈ 2 ടൈപ്പ് രജിസ്ട്രേഷൻ നമ്പർ കാണുമ്പോൾ മനസ്സിലാക്കണം ഏതൊക്കെയാണ്. നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് ടാക്സ് ഡിഡക്ടറുടെ രജിസ്ട്രേഷൻ നമ്പറാണോ അതോ ടാക്സ് പേയറുടെ രജിസ്ട്രേഷൻ നമ്പറാണോ. ഇനി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ജി എസ് ടിയുടെ ടി ഡി എസിനെ കുറിച്ചാണ്. അപ്പോൾ ജി എസ് ടിയുടെ പുറത്ത് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാൻ ആർക്കൊക്കെയാണ് ബാധ്യതയുള്ളതെന്ന് ഇനി നോക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ, അതുപോലെ സർക്കാർ ഏജൻസികൾ, പ്രാദേശിക സർക്കാരുകൾ, ജി എസ് ടി കൗൺസിൽ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇവയ്ക്കൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്നും ജി എസ് ടിയുടെ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാൻ ബാധ്യതയുള്ളവരാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇൻകം ടാക്സിൻ്റെ ടി ഡി എസ് പല റേറ്റിലാണ് പിടിക്കുന്നത് അല്ലേ. ഓരോ കേസിലും സാലറിക്ക് ഒന്നായിരിക്കും, കോൺട്രാക്ടറിന് ഒന്നായിരിക്കും, ഓരോ രീതിയിലാണ് പിടിക്കുന്നതെങ്കിൽ ഇവിടെ ജി എസ് ടിയുടെ ടി ഡി എസ് പിടിക്കുന്നത് ഒരു നിരക്കിലാണ്. അതായത് 2% മാത്രം. അതായത് ഒരു സപ്ലൈ നടക്കുമ്പോൾ ആ സപ്ലൈയിൽ ആരാണോ റെസിപ്പിയൻ്റ് അദ്ദേഹമാണ് ഈ ടി ഡി എസ് പിടിക്കേണ്ടത്. അതായത് ദ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ബൈ ദി റെസിപ്പിയൻ്റ്. ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് റെസിപ്പിയൻ്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എ എന്ന സ്ഥാപനം ബി എന്ന സ്ഥാപനത്തിന് ഒരു സാധനം വിൽപ്പന നടത്തി. 5 ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയതെങ്കിൽ ബി ആണ് റെസിപ്പിയൻ്റ് അല്ലേ. എ ആണ് സെല്ലർ, ബി ആണ് അതിൻ്റെ റെസിപ്പിയൻ്റ്. ആ റെസിപ്പിയൻ്റായ ബി എക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം തുക ടി ഡി എസ് പിടിക്കണം. അപ്പോൾ അടുത്ത സംശയം, എത്ര രൂപയാണ് ടി ഡി എസ് പിടിക്കേണ്ടത്? ഒരു കരാറിന്മേലോ അല്ലെങ്കിൽ വാങ്ങലിന്മേലോ നൽകുന്ന തുക 2,50,000 രൂപയ്ക്ക് മുകളിൽ ആകുമ്പോൾ ആ തുകയിൽ നിന്നും 2%
TDS ആയി, അതായത് GSTയുടെ TDS ആയി നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. 2% എന്ന് വെച്ചാൽ 1% SGSTയും 1% CGSTയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു 3,06,800 രൂപയുടെ ഒരു ബില്ല് ലഭിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിന് ആ ഒരു ബില്ലിന് പുറത്തൊരു പേയ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. അതായത് ബില്ല് എമൗണ്ട് ശ്രദ്ധിക്കുക, 3,06,800 രൂപയാണ് ബില്ല് എമൗണ്ട്. നമ്മൾ ബില്ല് നോക്കിയപ്പോൾ അതിൽ 2,60,000 രൂപയാണ് സാധനത്തിൻ്റെ വില. 18% GST, അതായത് 46,800 രൂപ കൂടി ചേർത്താണ് ആ ബില്ലിൻ്റെ ആകെ തുക 3,06,800 രൂപ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന തുക അല്ലെങ്കിൽ കരാറ് 2,50,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതിൽ നിന്നുമാണ് TDS പിടിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബില്ല് വരുമ്പം പലരും വിളിച്ച് ചോദിക്കാറുണ്ട് GST പിടിക്കണോ വേണ്ടയോ എന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിൽ നിന്നും GST പിടിക്കാനല്ല നമുക്ക് അധികാരമുള്ളത്. പിന്നെ എന്ത് പിടിക്കാനാണ്? നമ്മൾ കൊടുക്കുന്ന തുകയിൽ നിന്നും TDS പിടിക്കാനാണ് അധികാരം. അതും 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം. അപ്പോൾ ഇവിടെ ബിൽ എമൗണ്ട് 3,06,800 രൂപ. അതിൽ സാധനത്തിൻ്റെ വില 2,60,000 രൂപയും GST 46,800 രൂപയുമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ GST ഒഴിച്ചു നിർത്തിയിട്ടുള്ള ബില്ലിൻ്റെ തുക നോക്കുക. അതായത് GST 46,800 രൂപ ഒഴിച്ചു നിർത്തുമ്പോൾ ആ ബില്ലിന് ആകെ തുക 2,60,000 രൂപ. സ്വാഭാവികമായും 2.5 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഈ 2,60,000 രൂപയുടെ 2% TDS ആയി നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി മുഴുവൻ തുകയും കരാറുകാരന് കൊടുക്കും. പറഞ്ഞത് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. അതായത് 2,60,000 രൂപയാണ് അവിടെ GST കഴിഞ്ഞിട്ടുള്ള തുക. അതിൻ്റെ 2% തുക, അതായത് 5,200 രൂപ. 2% എന്ന് പറഞ്ഞാൽ 1% SGSTയും 1% CGSTയും. 5,200 ആകുമ്പോൾ 2,600 രൂപ SGSTയും 2,600 രൂപ CGSTയും. അത് TDS ആയിട്ട് കുറച്ചിട്ട് ബാലൻസ് തുക പൂർണ്ണമായും ആ സപ്ലയർക്ക് നൽകും. അതായത് 3,06,800 രൂപയുടെ ബില്ലിൽ നിന്നും നമ്മൾ ആകെ കുറയ്ക്കുന്നത് GSTയുടെ കേസിൽ ആ TDS 5,200 രൂപ കുറച്ച് ബാക്കി 3,01,600 രൂപ ആ കരാറുകാരന് കൊടുക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും ബില്ല് കിട്ടുമ്പോൾ ഇതിൽ GST പിടിക്കണമെന്ന് ചോദിക്കരുത്, പകരം TDS പിടിക്കണോ എന്ന് മാത്രമേ നമ്മൾ നോക്കാവൂ. കുറച്ച് വ്യക്തമായില്ലേ? മറ്റൊരു ഉദാഹരണം കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അതായത് നമ്മുടെ കയ്യിൽ മറ്റൊരു ബിൽ ലഭിച്ചു. ബില്ലിൻ്റെ എമൗണ്ട് 2,80,000 രൂപയാണ്. അതായത് സാധനത്തിൻ്റെ വില അല്ലെങ്കിൽ സേവനത്തിൻ്റെ വില 2,50,000 രൂപയും 30,000 രൂപ GSTയുമാണ്. അതായത് 30,000-ൽ 15,000 രൂപ SGSTയും 15,000 രൂപ CGSTയും കാണിച്ചു. അപ്പോൾ 2.5 ലക്ഷം പ്ലസ് 30,000 സമം 2,80,000 രൂപയുടെ ബില്ലാണ് വന്നത്. ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ TDS പിടിക്കണോ എന്നതാണ് കൺഫ്യൂഷൻ. സംശയം വേണ്ട, നോക്കിയാൽ മതി. ആകെ ബിൽ തുകയിൽ നിന്നും GST കുറയ്ക്കുക. അതായത് 2,80,000 രൂപയിൽ നിന്നും GST എത്രയുണ്ട്? 30,000 രൂപയുണ്ട് അല്ലേ. ആ 30,000 കുറയ്ക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നത് 2,50,000 രൂപ. 2,50,000 രൂപയാണ് നെറ്റ് എമൗണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ TDS കുറയ്ക്കേണ്ട. കാരണം 2,50,000 രൂപയ്ക്ക് മുകളിൽ നൽകുന്ന പേയ്മെൻറ്റുകൾക്ക് മാത്രം TDS കുറച്ചാൽ മതി. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പലർക്കും അബദ്ധം പറ്റുന്നൊരു കാര്യം, ഒരു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ TDS പിടിക്കണോ വേണ്ടയോ എന്ന് നമ്മൾ ഇത്രയും സമയം 2.5 ലക്ഷം രൂപ എന്നൊരു തുക പറഞ്ഞു. ഒന്നും കൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ, നമ്മൾ നൽകുന്ന തുകയല്ല പ്രധാനം, അതിനേക്കാൾ മുകളിൽ കരാർ തുക എത്രയാണ് അതിനാണ് പ്രാധാന്യം. വ്യക്തമാക്കാം. അതായത് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പാർട്സുകൾ വാങ്ങാൻ വേണ്ടി റണ്ണിങ് കോൺട്രാക്റ്റ് ഉണ്ട് സ്ഥാപനമായിട്ട്. 10 ലക്ഷം രൂപയ്ക്കാണ് റണ്ണിങ് കോൺട്രാക്റ്റ് ആ സ്ഥാപനം എടുത്തിരിക്കുന്നത്. അതായത് ഒരു വർഷം നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ 10 ലക്ഷം രൂപയ്ക്ക് അവർ കരാർ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും റണ്ണിങ് കോൺട്രാക്റ്റ് ആയിരിക്കും അല്ലേ, റണ്ണിങ് കോൺട്രാക്റ്റ് അല്ലാതെയും ആവാം. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കരാർ ഒപ്പിട്ടു.
അപ്പോൾ ശ്രദ്ധിക്കുക, കരാർ തുക 10 ലക്ഷം രൂപയാണ്. അവരുടെ ആദ്യത്തെ ബില്ല് വന്നു. ആദ്യത്തെ ബില്ല് വന്നത് കുറച്ച് സാധനങ്ങൾ അവർ സപ്ലൈ ചെയ്തു. ആദ്യത്തെ ബില്ല് 2 ലക്ഷം രൂപയ്ക്കാണ് വന്നത്. 2 ലക്ഷം രൂപയിൽ ഒരു 1,70,000 രൂപ സാധനത്തിൻ്റെ വിലയും 30,000 രൂപ GSTയുമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ TDS പിടിക്കണോ വേണ്ടയോ എന്ന് സംശയിക്കും അല്ലേ? TDS വേണ്ടെന്ന് ആദ്യം പറയും. കാരണം എന്താണ്? 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണല്ലോ പേയ്മെൻറ്റ്. ആകെ ബില്ല് എമൗണ്ട് തന്നെ 2,30,000 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും TDS പിടിക്കേണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ TDS പിടിക്കണം. കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്നത് 2,30,000 രൂപയുടെ ബിൽ തുകയാണ് എങ്കിലും ഇവിടെ കോൺട്രാക്ടർ എത്ര രൂപയ്ക്കാണ്? 10 ലക്ഷം രൂപയ്ക്കാണ് കോൺട്രാക്റ്റ് അല്ലേ? അപ്പോൾ കോൺട്രാക്റ്റ് എമൗണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന തുക 2.5 ലക്ഷത്തിന് താഴെയാണെങ്കിലും ആ കൊടുക്കുന്ന തുകയുടെ അതിൽ നിന്ന് GST കുറച്ചിട്ടുള്ള തുകയുടെ 2% തുക TDS പിടിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാവൂ. കാരണം എന്താണ്? 10 ലക്ഷം രൂപയ്ക്കാണ് കരാറ്. അയാൾക്ക് ഇനി ഇതിൻ്റെ ബില്ലുകൾ വരും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുക്കുന്ന തുക അല്ല പ്രധാനം, കരാർ തുക എത്രയാണ് അത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ TDS കുറയ്ക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. മനസ്സിലാകുമോ? ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, GST രജിസ്ട്രേഷൻ ഉള്ള സപ്ലയറിൽ നിന്ന് അല്ലെങ്കിൽ കരാറുകാരിൽ നിന്ന് മാത്രമേ TDS ഡിഡക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകൂടി വ്യക്തമാക്കാം. ആർക്കൊക്കെ GST രജിസ്ട്രേഷൻ വേണമെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതായത് ഒരു വർഷം 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്തുള്ള ടേൺ ഓവറോ അല്ലെങ്കിൽ സേവനങ്ങൾക്കാണെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രം GST രജിസ്ട്രേഷൻ മതി. അങ്ങനെ അല്ലാത്തവർക്ക് GST രജിസ്ട്രേഷൻ വേണ്ട. അങ്ങനെയുള്ള GST രജിസ്ട്രേഷൻ വേണ്ടാത്ത അല്ലെങ്കിൽ ഇക്കാരണങ്ങൾ കൊണ്ട് GST രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു കരാറുകാരനാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അയാളിൽ നിന്ന് TDS പിടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പിടിക്കുന്ന TDS അയാളുടെ GST നമ്പർ വെച്ചാണ് നമ്മൾ റെമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളിൻ്റെ തുക പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വെറുതെ ഫൈൻ കൂട്ടാമെന്നുള്ള വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ, അത് GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാർ, വിറ്റുവരവ് ഈ പറഞ്ഞ ടേൺ ഓവറിൽ താഴെയുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മുടെ കരാറെങ്കിൽ അവരിൽ നിന്നും TDS പിടിക്കേണ്ട കാര്യമില്ല. പകരം ഒരു ഡിക്ലറേഷൻ അവരിൽ നിന്നും വാങ്ങി ഫയലിൽ സൂക്ഷിച്ചാൽ മതി. അതായത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ, സാധനങ്ങളുടെ വില 40 ലക്ഷത്തിലും താഴെയാണ്, സേവനങ്ങൾക്ക് 20 ലക്ഷത്തിലും താഴെയാണ് ടേൺ ഓവർ എന്ന് ആ കരാറുകാരൻ അല്ലെങ്കിൽ സപ്ലയറുടെ കയ്യിൽ നിന്നും നമ്മുടെ ഒരു ഡിക്ലറേഷൻ വാങ്ങി ഫയലിൽ സൂക്ഷിച്ചാൽ മതിയാകും. സാധാരണ നമ്മുടെ ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി വൃദ്ധർക്ക് കട്ടിൽ പോലുള്ള പ്രോജക്റ്റുകളൊക്കെ നടപ്പാക്കുമ്പോൾ പ്രാദേശികമായുള്ള കരാറുകാരായിരിക്കും ടെൻഡർ സമർപ്പിച്ച് സപ്ലൈ ഓർഡർ വാങ്ങുന്നത് കട്ടിൽ സപ്ലൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടി. പലപ്പോഴും ഇങ്ങനെയുള്ള കരാറുകാർക്ക് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ളവരായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ GST രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാരും ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട? TDS പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും തെറ്റായിട്ട് അവരിൽ നിന്നും TDS പിടിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ TDS പിടിക്കേണ്ട കാര്യമില്ല. പകരം ഒരു ഡിക്ലറേഷൻ വാങ്ങി ഫയലിൽ സൂക്ഷിച്ചാൽ മാത്രം മതിയാവും. ഞങ്ങളുടെ ടേൺ ഓവർ 40 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എന്നൊരു ഡിക്ലറേഷൻ മാത്രം മതിയാകും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, GST ഉള്ള സാധനത്തിന് മാത്രമേ GSTയുടെ TDS നിങ്ങൾ പിടിക്കാവൂ. അതായത് GST ആക്ടിൽ ഷെഡ്യൂൾ 3 GST എക്സംപ്റ്റഡ് സാധനങ്ങൾ എക്സംപ്റ്റഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഐറ്റംസ് ഈ സ്ക്രീനിൽ കാണാം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും GST ആപ്ലിക്കബിൾ അല്ല. അതായത് അവയ്ക്കൊന്നും GST എന്ന ടാക്സ് ഇല്ല. അപ്പോൾ GST എന്ന ടാക്സ് ഇല്ലാത്ത സാധനം ആണ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് ഈടാക്കേണ്ട? TDS ഈടാക്കേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ അംഗൻവാടികളിലേക്ക് വാർഷിക പദ്ധതിയുടെ ഭാഗമായോ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, കുട്ടികൾക്ക് വേണ്ടി മുട്ട സപ്ലൈ ചെയ്തു ഒരു സപ്ലയർ. 5 ലക്ഷം രൂപയുടെ മുട്ട ഒരു ബില്ലിൽ അയാൾ സപ്ലൈ ചെയ്തു. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് മുട്ട കൊടുത്തോ എന്നൊക്കെയുള്ള മുട്ടാപ്പോക്ക് ചോദ്യം നിങ്ങൾക്ക് തോന്നാം. തൽക്കാലം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. 5 ലക്ഷം രൂപയുടെ മുട്ട കൊടുത്തു, അതിൻ്റെ ബില്ലാണ് അയാൾ കൊണ്ടുവന്നതെന്നിരിക്കട്ടെ.
നമ്മൾ നോക്കുമ്പോൾ 5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് എന്ത് വേണം? TDS പിടിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ശ്രദ്ധിക്കുക, മുട്ട എന്ന് പറയുന്ന ഐറ്റം GST എക്സംപ്റ്റഡ് ഐറ്റമാണ് അല്ലേ? അപ്പോൾ അത് മുട്ട സപ്ലൈ ചെയ്യുന്നതിന് GST ഇല്ല. മുട്ട എന്ന് പറഞ്ഞ സാധനം GST ഇല്ല. അപ്പോൾ GST ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്ര രൂപയുടെ സാധനമാണ് നിങ്ങൾ സപ്ലൈ ചെയ്താലും അതിന് എന്തും പിടിക്കേണ്ട? TDS പിടിക്കേണ്ട. ഓക്കെ, മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു ബില്ല് ലഭിക്കുമ്പോൾ അതിലെ ഐറ്റം GST എക്സംപ്റ്റഡ് ആണോ എന്ന് ജസ്റ്റ് ആ GSTയിലെ ഷെഡ്യൂൾ 3 ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. GST ഷെഡ്യൂൾ 3 ഏതൊക്കെ ഐറ്റംസ് ആണ് ഇതിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ളതെന്ന് അതിൽ നിന്ന് മനസ്സിലാകും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243G പ്രകാരം ത്രിതല പഞ്ചായത്തുകൾ നൽകുന്ന സേവനങ്ങൾക്കും 243W പ്രകാരം നഗരസഭകൾ നൽകുന്ന സേവനങ്ങൾക്കും GST ബാധകമല്ലാത്തതാണ്. അപ്പോൾ അതിന് TDSും വേണ്ട. അപ്പോൾ ഈ 2 ആർട്ടിക്കിളിലും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് വായിച്ചു നോക്കുക. സർക്കാർ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, GST കൗൺസിൽ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയ്ക്കൊന്നും തുക നൽകുമ്പോൾ TDS പിടിക്കേണ്ടതില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് GSTയെ കുറിച്ചാണ്. GSTയുടെ TDS, ഏതൊക്കെ സിറ്റുവേഷനിൽ GSTയുടെ TDS ഈടാക്കാം, എത്രയൊക്കെയാണ് അതിൻ്റെ നിരക്കുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ എന്നൊക്കെയാണ്. ഇനി വരാൻ പോകുന്ന ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബില്ലിൽ നിന്നും എങ്ങനെ ഇൻകം ടാക്സിൻ്റെ TDSും GSTയുടെ TDSും റിക്കവർ ചെയ്യാം, അത് എങ്ങനെ റെമിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിച്ച GST ആ തുക എങ്ങനെ റെമിറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന TDSൻ്റെ 3ാമത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്ന് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.